ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള എക്സ്പാൻഷന് വേണ്ടിയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ലോകത്തിലെ പോലീസിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോക പോലീസ് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അല്ലെങ്കിൽ പറഞ്ഞ ട്രേഡിലെ മെയിൻ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അവരുടെ GDP ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അമേരിക്കയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നും അതുപോലെ തന്നെ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ടുള്ള പ്രോപ്പഗാൻഡ അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ അമേരിക്ക ഭരിച്ചിരിക്കുന്ന രണ്ട് ടൈപ്പ് പൊളിറ്റിക്കൽ പാർട്ടികളാണ്. ഒന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഡെമോക്രാറ്റുകളും അതേപോലെ തന്നെ മറ്റുള്ള ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെയും. ഈ രണ്ട് പൊളിറ്റിക്കൽ പ്രസ്ഥാനങ്ങളും അപ്പോൾ അവർ രണ്ടുപേരുടെയും പ്രസിഡന്റുമാർ അവിടെ ഭരിക്കുന്ന സമയത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് ബുഷ്, അതേപോലെ തന്നെ ക്ലിൻറ്റൺ, അതേപോലെ തന്നെ ഒബാമ ഡെമോക്രാറ്റാണ്. ഇവരെല്ലാം ഭരിക്കുമ്പോഴത്തെ സമയത്ത് ഇവരൊരു കാര്യങ്ങൾ ഇവരെല്ലാവരും ഒരേ വോയിസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്: ഇന്ത്യക്കാർ ഭക്ഷണം കുറയ്ക്കണമെന്ന്. ഇന്ത്യക്കാർ ഭക്ഷണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്കക്ക് എന്താണ് നേട്ടം? കാരണം ഇന്ത്യക്കാർ ഭക്ഷണം കുറയ്ക്കുകയോ കുറയ്ക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഇന്ത്യക്കാർ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കാർ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഒരുപാട് പേർക്ക് അസുഖങ്ങൾ വരും. അങ്ങനെ അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മെഡിസിൻ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കൊരു ബിസിനസ് അല്ലേ? പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നോക്കുമ്പോൾ അമേരിക്കൻസ് എന്തുകൊണ്ട്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇന്ത്യക്കാർ നമ്പർ ഓഫ് ടൈംസ് കഴിക്കുന്നത് കുറയ്ക്കണമെന്ന് പറയാനുള്ളത് നമ്മളുടെ ഇവിടുത്തെ ജനങ്ങളുടെ കൺസേൺ ഒന്നും അല്ല അവർക്ക്. കാരണം ഇവിടെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്നത് കുറയും. സ്വാഭാവികമായിട്ടും അവർക്ക് വെപ്പൺസും മറ്റേ സയൻസും ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റത്തില്ല. കാരണം അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് മേജറായിട്ടുള്ളതും ഈ ഇമ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവർ എന്ത് താരിഫിൻ്റെ ഇത് വന്നിരുന്നാലും ഇന്ത്യ ആയിട്ട് വളരെ ഡയറക്റ്റ് ആയിട്ടൊന്നും അവർ മുട്ടാറില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫുഡ് ഗ്രെയിൻസിൻ്റെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അത് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യയുടെ വിഭവം തന്നെ കാർഷികം തന്നെയാണ്, ഫുഡ് ഐറ്റംസും അതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ എല്ലാത്തിൻ്റെ അകത്തും ആഹാരം കൊടുക്കുക എന്ന് പറയുന്നതെല്ലാം ഇവിടെ നിന്നാണ് കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളം എക്സ്പോർട്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ അതിൻ്റെ ധ്വനിയിൽ നിന്നും മനസ്സിലാക്കേണ്ടതാണ്. പക്ഷേ ഇപ്പം നമ്മൾ ആ വിഷയങ്ങളൊന്നും അല്ല. അപ്പം നമുക്ക് എക്സ്പോർട്ടിൽ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. നമുക്കറിയാം, ഈ അടുത്ത സമയങ്ങളിൽ ഇന്ത്യയും UK-യുമായി ഒരു FTA എന്ന് പറഞ്ഞാൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്നാണ്. FTA 2025 എന്നാണ് അതിൻ്റെ പേര് തന്നെ. നമ്മൾ എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്തപ്പോഴത്തേക്കും ഇപ്പോഴുള്ള ഓൾമോസ്റ്റ് ഒരു $56 ബില്യൺ എന്നുള്ള രീതിയിലുള്ള എക്സ്പോർട്ടിങ്ങിന് അത് കൂടി 120, അതായത് മോർ ദാൻ ഡബിൾ 120 ബില്യണിൽ ഈ 2030 അല്ലെങ്കിൽ 30 വരെ ഉള്ളിൽ 120 ബില്യൺ ഡോളേഴ്സിലേക്ക് നമ്മളിവിടെ എക്സ്പോർട്ടിങ് കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് എന്നുള്ളൊരു സംഭവം നമ്മൾ ഇന്ത്യയും UK-യും തമ്മിൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്തത്. ഇപ്പം നമുക്കറിയാം, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, നമ്മളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്. നമ്മളുടെ കയ്യിലെന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലുമുള്ള പ്രൊഡക്ഷനൊന്നുമല്ല, ഇന്ത്യയിൽ എന്തൊക്കെയുണ്ട് അതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് ഓരോന്നും എക്സ്പോർട്ടിൻ്റെ സാധനങ്ങൾ കണ്ടുപിടിച്ച് ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാവർക്കും ഒന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എക്സ്പോർട്ട് തന്നെ രണ്ട് വിധത്തിലാണ്. കാരണം അത് നമുക്ക് പറയാം, അതായത് മാനുഫാക്ചറിങ് എക്സ്പോർട്ടിങ്ങും മർച്ചൻ്റ് എക്സ്പോർട്ടിങ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അത് മർച്ചൻ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ അവരൊന്നും മാനുഫാക്ചേഴ്സ് അല്ല, അവർ ദേ ആർ പ്രൊക്യൂറിങ്. അവർ പ്രൊക്യൂർ ചെയ്തിട്ട് മറ്റുള്ളവർ വാങ്ങാൻ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്യാതെ മർച്ചൻ്റ് എക്സ്പോർട്ടേഴ്സ് അവരുടെ ഈ കോഡ് ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇപ്പം ഗുഡ്സിനെ ബേസ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ, അതായത് അപ്പാരൽ, അതേപോലെ തന്നെ ഫുട് വെയേഴ്സ്, പിന്നെ അതേപോലെ തന്നെ കാർപ്പറ്റ്സ്, അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ എൻജിനീയറിംഗ് ഗുഡ്സ്, ഓട്ടോ കമ്പോണൻസ്, അങ്ങനെ ഈ പറയുന്ന ഓട്ടോ പാർട്സ്, ഇലക്ട്രോണിക്സ്, പിന്നെ അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഐറ്റംസ്, മെഡിക്കൽ ഡിവൈസസ്, ഇത് കൂടാതെ പിന്നെ അങ്ങനെ ഐറ്റംസ് തുടങ്ങി
അഗ്രി ഐറ്റംസ് വരുന്ന സമയത്ത് ഫുഡ് പ്രോസസ്സ് ചെയ്തിട്ടുള്ള സ്പൈസസോ ടീയോ കോഫിയോ മറൈനോ എന്തെങ്കിലും പ്രോസസ്ഡ് ഫുഡ്സോ ഇതെല്ലാം, അതേപോലെ തന്നെ ഇനി വരുന്ന എടുക്കുവാണെങ്കിൽ ഈ നമ്മുടെ നോർത്തിലൊക്കെ പോവുകയാണെങ്കിൽ ജംസും ജ്വല്ലറീസും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഇതെല്ലാം നമുക്ക് എക്സ്പോർട്ടിങ് ചെയ്യാം. അതേപോലെ ജെംസ് ആൻഡ് ജ്വല്ലറി ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് കൊടുക്കാതെ തന്നെ ഇമ്പോർട്ടും ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അങ്ങോട്ട് വിടുന്ന എന്താണോ അവിടെ നിന്നുള്ള സാധനങ്ങൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഡ്യൂട്ടി ഫ്രീ ആണ്. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതും നമുക്ക് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് പോകും. അതാണ് FTA, അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസോ സ്മാർട്ട് ഫോൺസോ കേബിൾസോ എന്ത് വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യാം. അങ്ങനെയുള്ളൊന്നും പ്രശ്നമില്ല. സ്പോർട്സ് ഗുഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ എന്താണോ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്, നമ്മുടെ ഐറ്റംസ് ലോക്കലായിട്ടുള്ള ഈ കേരളത്തിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് പോലും പ്രീമിയം ഇന്ത്യ ഹോം ഡെക്കർ ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഒരു ടവല് പോലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഈ പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ടിങ്ങിന് ഇന്ന ഐറ്റംസ് ഒന്നുമില്ല. ആളുകളെ കണ്ടുപിടിക്കുക, അവിടെ ആരാണോ ബയേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരാണോ അവരെ കൊണ്ടുവന്ന് എക്സ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോവുക. അവർ ഇമ്പോർട്ട് ചെയ്യുക, നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു. നമുക്കിവിടെ ആവശ്യമുള്ള സാധനം അവിടുന്ന് ഇമ്പോർട്ടും ചെയ്യാം, ഡ്യൂട്ടി ഫ്രീ ആയിരിക്കും. പിന്നെ സർവീസ് സെക്ടറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം IT ആയിട്ടുള്ള ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള വ്യക്തികൾ, അതായത് മാൻ പവർ പോലും എക്സ്പോർട്ട് ചെയ്യാം. ഇല്ലേ? അതേപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി ഐറ്റംസ് എന്ത് വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം, ഇല്ലേ? അപ്പം അങ്ങനെയുള്ള ഓൾമോസ്റ്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ നിന്നും ഏകദേശം 75,000-ഓളം ഈ ഇന്ത്യൻ വർക്കേഴ്സിന് ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി UK ചാൻസ് കിട്ടും. ഈ പറയുന്ന 3 ഇയേഴ്സ് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് 3 വർഷമാണ് ആ പെർമിറ്റ് വരുന്നത്. ആ 3 വർഷം കൊണ്ട് അവർ അവരുടെ അതുവരെയുള്ള എഫേർട്ട് എടുത്തിട്ട് അവിടെ അവരുടെ ഒരു ഫിനാൻഷ്യലി ബാലൻസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുകയൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റാഫിൻ്റെ മൊബൈൽസ്, അതായത് ഈ ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻസ്, യോഗ അങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ലീഗൽ സർവീസസ്, പിന്നെ അതേപോലെ തന്നെ കൺസൾട്ടേഷൻസ്, എഡ്യൂക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇത്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബയലാറ്ററലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് ഈ പറയുന്ന FTA ബേസ് ചെയ്തിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാനിത് അവതരിപ്പിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, നമുക്ക് എന്തുകൊണ്ട് ഇവിടെ നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഈ ഫെസിലിറ്റീസ് ഇത്രയും ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ട്രിവാൻഡ്രത്ത് ഇപ്പം വിഴിഞ്ഞം എയർപോർട്ട് വന്നു, പിന്നെ ഇവിടെ വല്ലാപ്പാടമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള പോർട്ടുകളുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഇതിലും മെയിൻ സെൻറ്റേഴ്സിലും നമുക്ക് എയർപോർട്ടുകളുണ്ട്. അതായത് ട്രിവാൻഡ്രത്തുണ്ട്, അതേപോലെ തന്നെ എറണാകുളത്തുണ്ട്, അതേപോലെ തന്നെ കാലിക്കറ്റുണ്ട്, ഇങ്ങനെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇവിടെയൊക്കെ എയർപോർട്ടുകളുള്ള സ്ഥിതിക്ക് നമുക്ക് ഫുഡ് ഐറ്റംസ് തന്നെ ഡെയിലി നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാവുന്നതുണ്ട്. അപ്പം ഈ എന്തുകൊണ്ട് എക്സ്പോർട്ട് കാറ്റഗറിയിലോട്ട് നമ്മളാരും വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ അതിൽ അത്രയും നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ FTAക്ക് ഈ FTA 2025 വന്നതോടുകൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ UK വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ ഐറ്റംസ് മുതൽ എത്ര വലിയ ഐറ്റംസും അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് അത് ഒരു എക്സ്പോർട്ട് എന്നുള്ള രീതിയിൽ, എക്സ്പോർട്ടർ എന്നുള്ള രീതിയിൽ മർച്ചൻ്റ് എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അവർക്കൊരു ചെറിയൊരു ഓഫീസും അതേപോലെ തന്നെ അവർക്കൊരു അഡ്രസ്സും അവർക്കൊരു എക്സ്പോർട്ട് ലൈസൻസും, അതായത് I കോഡ് എടുത്തു കഴിഞ്ഞാൽ അവർ ചെറിയ ചെറിയ സംരംഭങ്ങൾ ഉള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് അവിടുന്ന് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് പ്രൊക്യൂർ ചെയ്തിട്ട് I കോഡ് ഉപയോഗിച്ച് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധിക്കും. അതിനൊരു CHA നമുക്ക് അപ്പോയിൻറ്റ് ചെയ്താൽ മാത്രം മതി. അതിനുള്ള ബെസ്റ്റ് ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. എല്ലാ ബെനിഫിറ്റുകളും ഉണ്ടാവും. ഈ ബെനിഫിറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണോ നമുക്കുള്ളത് അതെല്ലാം നമുക്ക് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റവും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീൽഡാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. കാരണം ഫോറിൻ ഇൻകം ഡയറക്റ്റായിട്ട് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു സംരംഭം തന്നെ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉള്ളത്. ഇവിടെ നമുക്ക് എങ്ങനെ ബയറിനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. ബയറിനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ഈ നമുക്ക് ഒരു ബയറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് സെക്യൂരിറ്റി എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, അതിൽ ബാങ്ക് സെക്യൂരിറ്റി ഉണ്ട്. അതിൻ്റെയൊക്കെ സിസ്റ്റങ്ങൾ ചെറുതായിട്ടൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബയറെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പോർട്ടലുകളും
അതേപോലെ തന്നെ നമുക്ക് ഇന്റർനാഷണൽ B2B അല്ലെങ്കിൽ B2C ഉള്ള നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആമസോൺ അങ്ങനെയുള്ള ഒക്കാഡോ ഇങ്ങനെയുള്ള രീതിയിലുള്ള സൈറ്റ്സുകൾ യൂസ് ചെയ്യാം. അവിടെ നമുക്ക് പോസ്റ്റ് ചെയ്യാം, എക്സ്പോർട്ടിങ് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഇതൊക്കെ ആൾക്കാർ 2-3 പേരൊക്കെ ചേർന്നിട്ട് ഇന്റർനാഷണൽ എക്സിബിഷനിൽ അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ MSME ബേസ് ചെയ്തിട്ടുള്ള അത് വരുവാണെന്നുണ്ടെങ്കിൽ MSMEയുടെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മളുടേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലുള്ളത് എക്സിബിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് പോലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് വേണ്ടിയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് പോലും നമുക്ക് തരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് സ്റ്റാളിനുള്ള ഫെസിലിറ്റീസ് തരുന്നുണ്ട്. ഇത്രയും കാരണം ഇത് എക്സ്പോർട്ടിങ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫോറിൻ ഇൻകം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങനെ വരുന്നത് കൊണ്ട് ഗവൺമെന്റിന് തന്നെ ഒരു ഇതുണ്ട്. കാരണം കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്, ഫോറിൻ ഇൻകം നമുക്ക് വരുന്നുണ്ട്, മനസ്സിലായി. അങ്ങനെ വരുന്നത് കൊണ്ട് എല്ലാത്തിലും നമുക്ക് സബ്സിഡികളും അതേപോലെ തന്നെ ഫെസിലിറ്റീസുകളും ഗവൺമെന്റിന്റെ എയ്ഡുകളും എല്ലാം ഉണ്ട്. ഫിനാൻഷ്യൽ എയ്ഡ് ഒക്കെ ഒരുപാടുണ്ട്. ലൈസൻസ് ഒരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ തന്നെ ആയിരിക്കും. നമ്മളൊരു ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 9,000 റുപ്പീസ് വരെ നമുക്ക് റീഇംബേഴ്സ് ചെയ്യുന്ന സിസ്റ്റമാണ് MSME ഒക്കെ കൊടുക്കുന്നത്. അപ്പം റീഇംബേഴ്സ്മെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്, അതായത് ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ഒരു വ്യക്തിക്ക് ചെറിയൊരു പ്രൊപ്പറേറ്ററി കൺസേൺ ആണെങ്കിലും 5 ഐറ്റംസ് ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിൽ പോലും ആ 5 ഐറ്റത്തിനും ഓരോന്നിനും സീൽ ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ 9,000 റുപ്പീസ് വെച്ചിട്ട് റിട്ടേൺസ്, അതായത് റീഫണ്ട് കിട്ടുന്ന രീതിയിലുള്ള സിസ്റ്റത്തിലാണ് നമ്മുടെ ട്രേഡ് മാർക്ക് പോലും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല, അത് ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. MSME ബേസ് ചെയ്തിട്ടുള്ള എന്തിനും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് നാൾ മുമ്പേയൊക്കെ ഞാൻ കംപ്ലീറ്റും പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ചെയ്യുന്നതും ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്, അപ്പോൾ ഒരു വ്യക്തി UK-ലുണ്ട്. അദ്ദേഹം അവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി വൈഫ് അവിടെ ഉണ്ട്. അത്ര വളരെ യങ്ങാണ്, ക്വാളിഫൈഡ് ആണ്. അവരുടെ ഫാദർ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറിയൊരു ഐറ്റംസ്, കാരണം ബ്രിക്സിൽ നിന്ന് UK പുറത്തു പോയപ്പോഴത്തേക്കും, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോയപ്പോഴത്തേക്കും എന്തോ ചെയ്തു, അവിടെ കുറേ ഐറ്റംസ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന പ്രോഡക്ട്സ് എല്ലാം അവർ സപ്ലൈ ചെയ്യാതായി. അങ്ങനെ കുറേ പ്രശ്നമുണ്ടായി. അപ്പോൾ ചെറിയൊരു ഐറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെറും ഈ ബില്ലിങ്ങിന് വേണ്ടിയുള്ള ചെറിയ പേപ്പർ കട്ടിങ് ഉണ്ടല്ലോ, അത് ഒരു റോൾ, അത് നമ്മൾ ഇവിടെ ഒരു യൂണിറ്റ് എറണാകുളത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഫാദർ ഇവിടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ലോണൊക്കെ എടുത്തിട്ട് MSMEയുടെ ലോണൊക്കെ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മകന്, അദ്ദേഹം അവിടെ ഇമ്പോർട്ടറായി, ഇവിടുന്ന് ഒരു എക്സ്പോർട്ടറുമായി, അവിടെ ഒരു ഇമ്പോർട്ടറുമായി, അദ്ദേഹം അവിടെ സപ്ലൈ ചെയ്യുന്നു. തരക്കേടിൽ അങ്ങനെയുള്ള ചെറിയ സംരംഭങ്ങൾ പോലും നമുക്ക് നടത്താൻ പറ്റും. അതിൽ എക്സ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കുക, എക്സ്പോർട്ടിങ്ങിൽ എപ്പോഴും 2 വിധത്തിലാണ്. കാരണം ഒരാൾക്ക് അധികം ചിലവില്ലാതെ തന്നെ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കാം. വളരെ ചുരുങ്ങിയ ചിലവിൽ എക്സ്പോർട്ട് ലൈസൻസ് എടുത്ത് കഴിഞ്ഞ് ഒരു സംരംഭം ഈവൻ വീട്ടിലെ അഡ്രസ്സ് വെച്ച് കൊടുത്തിരുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് മർച്ചന്റ് എക്സ്പോർട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഒരുപാട് സ്ഥാപനങ്ങൾക്ക് എക്സ്പോർട്ടിങ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് പോലും പല ആൾക്കാരും ഉണ്ട്. അല്ലെങ്കിൽ ചെറിയ സംരംഭങ്ങളുണ്ട്. ആ ചെറിയ സംരംഭങ്ങളെടുത്ത് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് നിങ്ങൾക്ക് പ്രൊക്യൂർ ചെയ്തിട്ട് ഈ മർച്ചന്റ് എക്സ്പോർട്ടിങ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർ ശരിക്കും പറഞ്ഞാൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല അധികം. ഇവരൊരു സർവീസ് ഇൻഡസ്ട്രി പോലെ ആണ് വർക്ക് ചെയ്യുന്നത്. ആ സർവീസ് ഇൻഡസ്ട്രിയിൽ അവർക്കുള്ള ബെനിഫിറ്റ് കിട്ടും, മാനുഫാക്ചേഴ്സിന് അവർക്കുള്ള ബെനിഫിറ്റും കിട്ടും. അതുകൊണ്ട് എക്സ്പോർട്ടിങ്ങിലേക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ പറയുന്ന ഇന്ത്യ UK FTA എന്ന് പറയുന്നത്, അതായത് FTA 2025 എന്നുള്ള, അതായത് ഫ്രീ ട്രേഡ് ആക്ട് എന്നുള്ളത് ശരിക്കും എഗ്രിമെന്റ്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് ഇന്ത്യ UK സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ജൂലൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളുടെ ഇപ്പോഴുള്ള എക്സ്പോർട്ടിങ് ഓൾമോസ്റ്റ് ഡബിളും അതും കവിഞ്ഞു പോകുന്നുള്ളും. അതിൻ്റെ ഒരു പാർട്ടായിട്ട് ഈ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇൻക്രീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൂട്ടാനുള്ള ഒരു മോഡായിട്ട് ഇത് കാണണമെന്നും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് എക്സ്പോർട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ലൈസൻസ് എടുക്കലോ അങ്ങനെയുള്ളവരൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വേണമെങ്കിൽ ഒരു വെബിനാർ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള ലൈസൻസിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നമസ്കാരം. എക്സ്പോർട്ടിങ്ങിലേക്ക് വീണ്ടും ഈ വർഷം തന്നെ എന്നെ കേൾക്കുന്നവരിൽ പകുതി ആൾക്കാരെങ്കിലും പ്രൊഡക്ഷൻ ഉള്ളവരും അല്ലാത്തവരും അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരും കുറച്ച് നോളജൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് അവർ എക്സ്പോർട്ടിങ്ങിലായിട്ട് എൻട്രി ചെയ്യുന്നു. നമ്മളുടെ ഇവിടുത്തെ ഫെസിലിറ്റീസും പ്രോഡക്റ്റുകളുടെയും എക്സ്പോർട്ടിങ്ങിനെ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.